ഏത് നാട്ടിൽ ചെന്നാലും ഉണ്ടാവുക ഇതുപോലെ ചില ഞരമ്പ് രോഗികള്. അവനൊക്കെ വേറൊന്നും ചെയ്യാനില്ല. പിടിച്ചവന്റെ സൂനാപ്പി അങ്ങ് ചെത്തിക്കളയണം. എനിക്കെന്താ വേണ്ടേ? ഒരു ചായ വേണം, ആദ്യം കഴിക്കാനും എടുക്ക്. എന്റെ വിഷ കൊടുത്തു പിന്നെ. ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പഞ്ചായത്തിൽ ആർക്കെങ്കിലും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം ചേട്ടനുള്ളതായിരിക്കും. തീർച്ചയായും ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വാ മോനെ. എത്രയാടാ? ട്രോഫി ആയിട്ട് രാജനും മോനും വന്നെത്തിയല്ലോ. വാടാ. ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, ട്രോഫി നോക്കട്ടെ. നീയാടാ ഈ പഞ്ചായത്തിന്റെ മുത്ത്. ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളുടെ ചെക്കനെ. നീ മേടിച്ചു കളഞ്ഞോളെ തച്ചോളി കപ്പ് ഫസ്റ്റ് എടുത്തു പൊക്കണം നമ്മുടെ പയ്യനെ. കണ്ടോറെന്തോ വെള്ളം വരാത്ത. നീ വന്നപ്പോ മുതൽ ഈ വാഷ് ഇവിടെ നിൽക്കുകയാണല്ലേ, ഇതുവരെ വെള്ളം വെച്ച് തരുന്നില്ലേ? അതിന് വെള്ളം നിന്നിരിക്കണ ആശാനിത്. അത് ശരി, പിന്നെ എന്തിനാണ് ഈ വാഷ് നീ ഇവിടെ നിൽക്കണേ? വെള്ളം വരുമെന്ന് അറിയാൻ വേണ്ടി നിക്കണതാ. എന്നിട്ട് അറിഞ്ഞ? ഏയ് വെള്ളം വരാൻ സാധ്യതയൊന്നും ഇല്ല. എങ്കിൽ നീ കാര്യം ചെയ്യടാ, ആ പെയിന്റിംഗ് എടുത്ത് കലക്കടാ. ആശാന അറിയാൻ പാടില്ലേ എനിക്ക് പെയിന്റ് അലർജി ആണെന്നുള്ള കാര്യം? നന്നായി. എന്നിട്ടാണ് നീ ഹെൽപ്പിന്റെ പണിക്ക് വന്നിരിക്കണത്? വെള്ളം പിടിക്കല് ഹെൽപ്പറി പെട്ടതല്ല ആശാന. അത് ശരി, അപ്പൊ വൈകുന്നേരം വരെ ഇതും പിടിച്ചിട്ട് നിൽക്കാനാണ് പ്ലാൻ? ഇല്ല, നിന്നെയൊക്കെ കൊണ്ട് പണിക്ക് വന്നില്ലേ? എന്നെ വേണം പറയാം. ദൈവമേ, എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും കള്ളന്മാരാണ്. ദൂരത്ത് നടക്കുന്നത് ഉറച്ചോണ്ടിരിക്കുന്നു. കാണാ, കളഞ്ഞിട്ട് പോടാ, വഴി കളഞ്ഞിട്ട് പോടാ. പോ മര്യാദക്ക് പണിയെടുക്കാൻ നോക്കണം, കള്ളപ്പണി എടുക്കാണ്ട്. എടാ മോനെ സജിയടാ, ഈ പണി തീർന്നിട്ട് ഇതിൽ നിന്നെങ്കിലും കിട്ടിയിട്ട് വേണം കഴിഞ്ഞ പണിക്ക് കടമാറ്റ കാശ് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അമരനെ പൊക്കി ഏറി നിർത്തും, അറിയാലോ. മനുഷ്യനെ കൊല്ലല്ലേ, ഞങ്ങൾ മരിച്ച് പണിയെടുക്കും ആശാനെ. കണ്ടില്ല തുടങ്ങടാ. ആശാനെ കാലത്ത് വെച്ച് പുട്ടി ചതിച്ചെന്ന് തോന്നണേ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. എന്താടാ ഇത്? എന്റെ ദൈവമേ, ഞാൻ ഈ പണിക്കില്ല. കൊടുക്കാത്ത എന്തൊരു തൂറലാടാ ആശാനെ. എടാ 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 എന്തെങ്കിലും ചെയ്യടാ. ചെയ്തോണ്ടിരിക്കടാ. ഈ വഴി നോക്കി ഇവിടെ എത്തിയ ചന്ദ്രിക എത്തി. രമണന്റെ ഇന്നത്തെ പണി തീർന്നു. കാവ്യ കാവ്യ കാവ്യല്ല നിമിഷം നിമിഷം പണിയെടുക്കടാ. പിന്നെ ഇത് പോയടാ, ഇവിടെ നിമിഷം വന്നേക്കാണ്. അന്നേരം കാവ്യം നിന്റെ പണിയെടുക്ക്. ഇവന്മാരാണ് ഇനി പണിക്ക് വിളിച്ചേക്കുന്നത്. അത് ആശാനെ ബാപ്പ വിളിച്ച് ഏൽപ്പിച്ചതാടി. എന്നിട്ട് ബാപ്പ എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയും ബാപ്പയും ഇത്താത്തന്റെ വീട്ടിൽ പോയി. പറ്റിയ ആൾക്കാരാ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്നെ കാണാൻ വന്നതാണോ അതോ സജി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? ഒന്ന് പോടിയാണ്. ഹസീന, ഹസീന. എന്താ? ഒരു വെള്ളം വേണമായിരുന്നു. എനിക്കറിയാം വെള്ളമൊക്കെ വേണ്ടി വരുമെന്ന്. ഇന്നെന്താ ക്ലാസ്സിൽ പോകാന്? തനിക്കെന്താ ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ? അല്ല, താൻ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാകില്ല. അങ്ങനെയൊന്നും പറയരുത്. അല്ല, ഈ പണി ഇന്നെങ്കിലും തീരൂ? പെട്ടെന്ന് തീർത്തേക്കാമേ. സീനെ, ഞാൻ പോവാണേ. ശരി എന്നാ. ഇവളെ കൊണ്ട് പറയിക്കാൻ എന്തോ ഒരു മാർഗം. ഏയ് ഒന്ന് നിന്നേ. സംഗതി ഞാൻ തന്റെ പുറകെ നടക്കുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി കാണുന്നിടത്തൊന്നും ഓടിക്കേറി നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അതെ അല്ലേ? അപ്പൊ ആ കാണണോ? വൃത്തിയായിട്ട് മാറ്റിച്ചല്ലോ തിണ്ടി. എന്താടാ വായി നോക്കി?
ആശാന് ഇച്ചിരി പെയിന്റ് വേണമായിരുന്നു. അയ്യോ പെയിന്റ് കിട്ടിയപ്പോ നീ ഇവിടെ മല മറിച്ച് കളയി. ആശാൻ ചുമ്മാ തമാശ. പെങ്കൊച്ചിനെ അങ്ങ് വീട് ഇല്ലെങ്കിൽ ഈ പെയിന്റ് വാട്ടി എടുത്ത് നിന്റെ തലയൊക്കെ മൊത്തം ഞാൻ. എന്താടാ ഇത്? ബെന്നി ചേട്ടാ, അവന്മാരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ ഒന്ന് കണ്ടിട്ട് പറ്റേ. നിന്റെ അച്ഛൻ ബെന്നിയുടെ കയ്യിൽ നമ്മളെ ജാമ്യത്തിലൊക്കെയുള്ള കാശ് വല്ലതും കൊടുത്തിട്ടുണ്ടാവോടാ? അതിന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എവിടെന്നാ കാശ് ആശാനെ? നിന്റെ അമ്മയുടെ ചെമിക്ക കമ്മൽ വിറ്റ കാശ് എന്തെങ്കിലും കാശ് വരുമ്പോ എടുത്ത് കൊടുത്താ പോരെ. എന്ത് വിളിച്ച കോമഡിയാണ് ആശാനെ. അയ്യേ. തിരിച്ചു തല്ലാൻ പറ്റൂല, പോലീസ് സ്റ്റേഷനാണേ. പൂത്തുകുണുങ്ങിയ മാവിന്മേ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ, പൂത്തുകുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ, ഞാനൊന്ന് വീണതും നീന്നില്ല, വിളിച്ചതും കരളിയെ നീയൊന്നോർക്കില്ലേ. നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും, റസിയ അരികത്ത് വരികില്ലേ നീ. നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ. എന്ത് പോലീസ് സ്റ്റേഷൻ അത്? ആശാൻ ഇങ്ങനെയാണ് മേഡം, എന്താണെന്നറിയില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി അപ്പ പാടണം. ചെറുതായിട്ട് മര്യാദയ്ക്ക് നിന്നോ. മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു, റസിയ മാമ്പഴക്കാലമായി. മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ അയ്യോ. ഞാനൊരു മര്യാദക്കാരനാ, എന്നെ കൊണ്ട് വെറുതെ വേഷം കെട്ടിക്കല്ലേ. ഇതിപ്പോ ബെന്നി പറഞ്ഞത് കൊണ്ടാ. എല്ലാവരോടുകൂടി പറയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇടിച്ച് നിന്റെയൊക്കെ കൂമ്പ് ഞാൻ കളയും. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല സാറേ. ഇല്ല. എന്നാ എല്ലാരും പൊയ്ക്കോ. ആ നിങ്ങൾ പോക്കോ. വാപ്പോ. പെണ്ണില്ലായിരുന്നെങ്കിൽ ഇടിയുണ്ട് തൂറിയനെ. എടാ, ഇത് നിന്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രമാ. ഇനി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്നെ കിട്ടില്ല നിന്റെ കാര്യത്തിൽ ഇടപെടാൻ, മനസ്സിലായോ? അമ്മ ഇനിയും പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനെ ഇറക്കേണ്ടി വരാൻ. ചെയ്തോ വാടാ. എടാ സജി, എന്താടാ തേടാ കാവ്യ. എവിടെ? അയ്യോ, ഒന്നോ ചീപ്പെടുത്തു. ഇനി ഇവൻ ചീപ്പാവും. ഒന്നല്ലോ ഇവനെന്റെ ശകുന്തള. ഇവനെപ്പോഴും ഇങ്ങനെയാണ് ഐസ് ഫ്രൂട്ടിയാ പോണത്, ചില ചൊറി പിടിച്ച പിള്ളേരെ പോലെ. അതെ. എന്താ മുഖത്തൊരു പാട്ടം? അണ്ണാൻ ചപ്പിയതായിരിക്കും. അത് അവിടെ കുറെ ചെക്കന്മാര് മൊബൈലിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അത് ചോദിക്കാൻ ചെയ്യുന്നതിന് ഒരുത്തൻ കാവയുടെ കൈ പിടിച്ച് ഞെരിച്ചു. ആശാനെ. പോകാൻ പറ്റും. ഇവനെ ഇവൻ വന്നാ ഫോൺ മേടിച്ചെന്ന് ഇവൻ എന്ത് കൊടുക്കും? എന്തു കൊടുക്കാനാ? ഇവൻ കുറെ നാളായല്ലേ കുട്ടിയുടെ പിന്നാലെ അടങ്ങണേ. ഇവനെ ഇഷ്ടമാണെന്ന് ഒന്ന് പറ മോളെ, അതിനെന്തിനാ അത്ര മടി? ആശാൻ പൊളിച്ച്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരാം. അത് ശരിയാവില്ല, അല്ലാണ്ട് മേടിച്ചാന്നാ മതി. പിന്നെ ഒന്ന് പോയി വേറെ ആളെ നോക്ക്. വാടാ വാടാ ആശാനെ. വാടാ വാടാ. വല്ല കാര്യമുണ്ടോ? ഏയ് എന്താ ഇവള് പറയൂ. അത് താൻ പറഞ്ഞ പോരാ, ഈ കുട്ടി പറയട്ടെ. ശരി, ആ ഫോൺ എനിക്ക് വാങ്ങിച്ചെന്ന് ഞാൻ പറയും. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന്. ആശാനെ, എന്നാ പിന്നെ വാ. എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ഇന്നലെ സജി ശരിക്കും മണ്ടനായില്ലേ? നിന്റെ ചാബിയ ഇരിപ്പുണ്ട് രണ്ടെണ്ണം. ഇന്ന് നിനക്ക് പണിയാണ്. എന്താണിത്? നീ ഇന്നലെ പറയാന്ന് പറഞ്ഞിട്ട് മുങ്ങിയല്ലേ? എന്ത്? അല്ല, അവന്മാരോട് ചോദിച്ചാ പറയാന്ന് പറഞ്ഞില്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഫോൺ മേടിച്ചെന്നാ പറയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫോൺ കടലിൽ പോയില്ല ആശാനെ. കടലിക്കളെ ഞാൻ പറഞ്ഞു. ഇത് ചീറ്റിംഗ് ആണ് ആശാനെ. പക്ക ചീറ്റിംഗ്. അതെ, ചീറ്റിംഗ് ആണ്. അല്ല, പോകുവാണ്. ഞാൻ കുറെ നാളായി നിന്റെ പുറകെ നടക്കണം. അതെ പാവം. നീ കാണാനിട്ടല്ലാന്ന് എനിക്കറിയാം, കണ്ടില്ല നടിക്കുന്നതാ. പിന്നെ അല്ലാണ്ട്. അല്ലെങ്കിൽ നീ പെണ്ണല്ലേ? അല്ലേ? നിനക്ക് ആടാനും പാടാനും പ്രേമിക്കാനും ഒന്നും അറിഞ്ഞൂടെ? പെണ്ണ് തന്നെയാണ്. എടോ മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്റെ പിന്നാലെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് ആടണാ? നീ കോപ്പാടും. കാണണാ? കാണണം. ആ കാണണം. ഹസീനെ ഇറങ്ങി ആ മൊബൈലിലോ പാട്ട് വെച്ചേ. പാട്ടോ? എന്ത് പാട്ട്? ഇപ്പൊ കാണിച്ചു തരൂ കേട്ടോ. വല്ല കാര്യമുണ്ടോ?
മതിയാ ഹും. മണ്ടന്മാര്. കലക്കി കൺഗ്രാജുലേഷൻ. ആശാനെ. മതിയായ നിനക്ക് Glad to meet you. വടി പോവാ ഓരങ്ങന്മാര്. അയ്യോ അറിയല്ലോടാ. ഏയ് തന്നെ എനിക്ക് ഇഷ്ടാട്ടാ. ആശാനെ. ഒടുവിൽ നീ വളച്ചെടുത്തടാ എന്റെ ചക്കരെ. നീയാണടാ എന്റെ ശിശ.